സ്ട്രിങ്സ്. എന്താണ് സ്ട്രിങ്സ്? നമ്മൾ ഡബിൾ കോഡ്സിനകത്ത് എഴുതുന്നതിനെയാണ് സ്ട്രിങ് എന്ന് വിളിക്കുന്നത്. ഡബിൾ കോഡ്സിനകത്ത് എഴുതുന്നതിനെയാണ് സ്ട്രിങ് എന്ന് വിളിക്കുന്നത്. അതായത് ഡബിൾ കോഡ്സിനകത്ത് വരുന്ന കോമ്പിനേഷൻ ഓഫ് ക്യാരക്ടേഴ്സ് ഓർ വൈറ്റ് സ്പേസസ്, അതിനെയാണ് സ്ട്രിങ് എന്ന് വിളിക്കുന്നത്. അറേസ് പഠിച്ചപ്പോൾ പറഞ്ഞു, ക്യാരക്ടർ അറേ, വൺ ഡയമെൻഷണൽ അറേ ഓഫ് ക്യാരക്ടേഴ്സിനെ സ്ട്രിങ് എന്ന് വിളിക്കും. വൺ ഡയമെൻഷണൽ അറേ ഓഫ് ക്യാരക്ടേഴ്സിനെ സ്ട്രിങ് എന്ന് വിളിക്കും. സ്ട്രിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ വൺ ഡയമെൻഷണൽ അറേ ഓഫ് ക്യാരക്ടേഴ്സ്. One dimensional array of char data type ന്റെ വൺ ഡയമെൻഷണൽ അറേ എടുക്കുകയാണെങ്കിൽ അതിനെയാണ് സ്ട്രിംഗ് എന്ന് പറയുന്നത്. പിന്നെ അല്ലെങ്കിൽ നമുക്ക് സ്ട്രിങ്ങിനെ എന്താണെന്ന് പറയാം? ഇൻ ജനറൽ ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ്, ഇൻ ജനറൽ സ്ട്രിംഗ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് characters or white spaces enclosed in double quotes. A combination of characters or white spaces enclosed in double quotes. അതിനെയാണ് ജനറലി സ്ട്രിംഗ് എന്ന് വിളിക്കുന്നത്. നമ്മൾ അറേ ഓഫ് ക്യാരക്ടേഴ്സിനെ ഡിഫൈൻ ചെയ്യുവാണെങ്കിൽ അതിനെ നമുക്ക് എന്തിനു യൂസ് ചെയ്യാം? ഇറ്റ് ക്യാൻ ബി യൂസ് ടു സ്റ്റോർ ക്യാരക്ടേഴ്സ് ഇൻ എ സ്ട്രിംഗ്. നമ്മൾ ഒരു അറേ ഓഫ് ക്യാരക്ടേഴ്സ്, അതായത് ചാർ ഡേറ്റ ടൈപ്പിലെ അറേ നമ്മൾ ഡിഫൈൻ ചെയ്യുവാണെങ്കിൽ അതിനകത്ത് നമുക്ക് എന്ത് സ്റ്റോർ ചെയ്യാം? സ്ട്രിംഗിൽ വരുന്ന ക്യാരക്ടേഴ്സിനെ സ്റ്റോർ ചെയ്യാൻ പറ്റും. സോ ഒരു ക്യാരക്ടർ ഡേറ്റ ടൈപ്പ് ഉള്ള അറേ നമ്മൾ ഡിഫൈൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് അതിനകത്ത് സ്ട്രിങ്ങിലെ ക്യാരക്ടേഴ്സിനെ സ്റ്റോർ ചെയ്യാം. അപ്പൊ സ്ട്രിങ് എങ്ങനെ ഡിക്ലെയർ ചെയ്യാമെന്ന് നോക്കാം. പല വിധത്തിലുണ്ട്. char text of 15, പിന്നെ അല്ലെങ്കിൽ char place of 6 equal to Delhi, or char name equal to ഇങ്ങനെ ഈ മൂന്ന് വിധത്തിൽ നമുക്കൊരു സ്ട്രിങ്ങിനെ ഡിക്ലെയർ ചെയ്യാം. ഒന്ന് നമ്മൾ സാധാരണ അറേ ഡിക്ലെയർ ചെയ്യുന്ന പോലെ ഡേറ്റ ടൈപ്പ്, അറേ നെയിം, നമ്പർ ഓഫ് എലിമെന്റ്സ്. അതല്ല നമുക്ക് എന്താണ് സ്റ്റോർ ചെയ്യേണ്ടതെന്ന് അറിയാമെങ്കിൽ ഡേറ്റ ടൈപ്പ്, അറേ നെയിമിന്റെ സൈസ് മെൻഷൻ ചെയ്തിട്ട് സ്റ്റോർ ചെയ്യേണ്ട കാര്യം. സ്ട്രിങ്ങിനെ നമുക്ക് ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഓരോ പ്ലേസിലും നമുക്ക് ഓരോ ക്യാരക്ടർ ആയിട്ട് കൊടുത്ത് ഇതുപോലെയും ചെയ്യാം. ഇതിനകത്ത് ഈ ലാസ്റ്റ് കിടക്കുന്നത് നൾ ക്യാരക്ടർ ആണ്. അതായത് ലാസ്റ്റ് എലമെന്റ് നമ്മൾ നൾ ക്യാരക്ടർ കൊടുത്തിട്ട് അറേ ടെർമിനേറ്റ് ചെയ്യും. അതായത് സ്ട്രിങ്ങിന്റെ കേസിൽ ലാസ്റ്റ് നമ്മളൊരു നൾ ക്യാരക്ടർ വരും. So when compiler assign a character string to a character array, it automatically supplies a null character at the end of the string. Compiler automatically supplies a null character. Null character പറഞ്ഞാൽ ഇതാണ് null character. Null character at the end of the end of the string.
കമ്പൈലർ എപ്പോഴും സ്ട്രിങ്ങിന്റെ എൻഡിൽ ഒരു നൾ ക്യാരക്ടർ ഓട്ടോമാറ്റിക് ആയിട്ട് സപ്ലൈ ചെയ്യും while assigning a character string to character array. ക്യാരക്ടർ അറേയില് ക്യാരക്ടർ സ്ട്രിംഗ് അസൈൻ ചെയ്യുന്ന സമയത്ത് കമ്പൈലർ ഓട്ടോമാറ്റിക്കലി അതിന്റെ അറ്റത്തൊരു നൾ ക്യാരക്ടർ സപ്ലൈ ചെയ്യും. അതായത് നമ്മൾ സാധാരണ ഒരു അറേ ഡിഫൈൻ ചെയ്യുമ്പോൾ അതിന് സൈസ് പറയും. നമ്മൾ ഇൻഡ് n of 100, ആക്ച്വലി അവിടെ ഇൻഡ് n of 100 എന്ന് പറയുന്നത് നമ്മൾ നമ്പേഴ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി n എന്നുള്ള അറേ ഡിഫൈൻ ചെയ്യുമ്പോൾ 100 എന്നൊരു സൈസ് കൊടുക്കും. പക്ഷെ ആക്ച്വൽ സൈസ് 100 ആയിരിക്കില്ല. അതുപോലെ തന്നെ ഈ ക്യാരക്ടർ അറേ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് ഒരു സൈസ് കൊടുക്കും. ആക്ച്വൽ സൈസ് എന്ന് പറയുന്നത് അതാവണമെന്നില്ല. പക്ഷെ നമ്മൾ സ്ട്രിങ് ആയതുകൊണ്ട് അതിന്റെ അറ്റത്ത് നൾ ക്യാരക്ടർ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ബാക്കിയെല്ലാം ബ്ലാങ്ക് സ്പേസ് ബാക്കിയെല്ലാം കൂടെ അങ്ങ് കയറി വരും. സോ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് സ്ട്രിങ്ങിന്റെ ക്യാരക്ടേഴ്സ് എല്ലാം തീരുമ്പോൾ ലാസ്റ്റ് ഒരു നൾ ക്യാരക്ടറും കൂടെ ഓട്ടോമാറ്റിക്കലി കമ്പൈലർ സപ്ലൈ ചെയ്യുന്നത്. ഈ നൾ ക്യാരക്ടർ അറേയുടെ കേസിൽ, അതായത് സ്ട്രിങ് വരുന്ന കേസിൽ മാത്രമേ അറേയിൽ ലാസ്റ്റ് ഒരു നൾ ക്യാരക്ടറും കൂടെ വരും. ഇനി ഇതിനകത്ത് ഈ സെക്കൻഡ് ഡിക്ലറേഷൻ നോക്കിക്കേ. ഇൻ ദ സെക്കൻഡ് ഡിക്ലറേഷൻ ദ സൈസ് is specified as 6 in order to accommodate a /o, that is ഈ സ്ലാഷ് എന്ന് പറയുന്നത് നൾ ക്യാരക്ടർ ആഫ്റ്റർ ദ സ്ട്രിംഗ് ഡെലി. നമ്മൾ അറേയുടെ സൈസ് എന്ന് പറയുന്നത് എത്ര നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ടെന്നുള്ളത് n ആണെങ്കിൽ അറേയുടെ സൈസ് എഴുതുമ്പോൾ n-1 എന്നാണ് എഴുതുന്നത്. ഇപ്പൊ 5 എലമെന്റ്സ് സ്റ്റോർ ചെയ്യുന്ന അറേയുടെ സൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ 4 എന്ന് എഴുതും. അല്ല, സൈസ് അല്ല. ഇപ്പൊ നമ്മൾ ഒരു അറേ കൺസിഡർ ചെയ്യുവാണെങ്കിൽ സൈസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് എലമെന്റ്സ്. ഇൻഡെക്സ് വരുമ്പോൾ ഫ്രം 0 to n-1 where n is the size of the array. Now look at the second declaration, char place of 6 equal to Delhi. അവിടെ ശരിക്കും ഡൽഹിക്ക് എത്ര ക്യാരക്ടേഴ്സ് ഉണ്ട്? DELHI, that is 5 ക്യാരക്ടേഴ്സ്. പക്ഷെ നമ്മൾ അറേയുടെ സൈസ് 6 ആയിട്ടാണ് കൊടുത്തത്. എന്തിനാണ് 6 കൊടുത്തത്? നൾ ക്യാരക്ടറിനെയും കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി. നമ്മൾ അറേയുടെ സൈസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ദി അറേ. പക്ഷെ അറേയുടെ ഇൻഡെക്സ് എടുക്കുമ്പോൾ സൈസ് എന്നുള്ള അറേയുടെ ഇൻഡെക്സ് എടുക്കുമ്പോൾ വേരീസ് ഫ്രം 0 to n-1. ഇനി ഈ സെക്കൻഡ് ഡിക്ലറേഷനിൽ ഈവൻ ദോ the string has only 5 characters, in order to incorporate the null character at the end of the string, we have given the size as 6. Clear? So a character array can also be initialized by listing the elements as done for numeric arrays. നമ്മൾ ന്യൂമറിക് അറേസിൽ ഓരോ എലമെന്റ്സ് ലിസ്റ്റ് ചെയ്യുന്നത് പോലെ ക്യാരക്ടർ അറേ നമുക്ക് ഡിക്ലെയർ ചെയ്യാം. ഇത് അതാണ് തേർഡ് ടൈപ്പ്. ക്യാരക്ടർ അറേ നമുക്ക് ന്യൂമറിക് അറേയിലെ എലമെന്റ്സിനെ ലിസ്റ്റ് ചെയ്ത് ഇനീഷ്യലൈസ് ചെയ്യുന്നത് പോലെ ക്യാരക്ടർ അറേയും ചെയ്യാം. അതാണ് ഈ തേർഡ്. ന്യൂമറിക് അറേയിൽ നമ്പേഴ്സ് നമ്മൾ മെൻഷൻ ചെയ്യത്തില്ലേ ആ ഒരു എലമെന്റ്, അതുപോലെ നമ്മൾ ഓരോ ക്യാരക്ടർ മെൻഷൻ ചെയ്തിട്ടുള്ളതാണ് ഈ തേർഡ് ടൈപ്പ്. So a character array can also be initialized by listing the elements as done for numeric arrays. Numeric arraysൽ എലമെന്റ്സ് ലിസ്റ്റ് ചെയ്ത് ഇനീഷ്യലൈസ് ചെയ്യുന്ന പോലെ ക്യാരക്ടർ അറേ നമുക്ക് ചെയ്യാം. നമ്മളപ്പം ഓരോ എലമെന്റ്സ് ലിസ്റ്റ് ചെയ്യുമ്പോൾ നൾ ക്യാരക്ടറും കൂടെ എടുത്തു പറയണം. നൾ ക്യാരക്ടറിനെ നമ്മൾ എക്സ്പ്ലിസിറ്റ് ആയിട്ട് മെൻഷൻ ചെയ്യണം. സോ ഈ ടൈപ്പ് ഓഫ് ഡിക്ലറേഷൻ, ഈ തേർഡ് ടൈപ്പ് ഓഫ് ഡിക്ലറേഷന് നമ്മൾ ഓരോ എലമെന്റ്സ് ആയിട്ട് ലിസ്റ്റ് ചെയ്യുമ്പോൾ നൾ ക്യാരക്ടറിനെയും കൂടെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് മെൻഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. നോ, size of the array can be omitted in a declaration, and in that case compiler will determine the size based on the initialization string. നമ്മൾ സ്ട്രിങ് അതായത് ഒരു സ്ട്രിങ്ങിനെ ഡിക്ലെയർ ചെയ്യുമ്പോൾ, അതായത് ക്യാരക്ടർ അറേ ആയിട്ട് സ്ട്രിങ്ങിനെ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് സൈസ് കൊടുക്കുകയോ കൊടുക്കാതെയോ ഇരിക്കാം. സൈസ് കൊടുക്കാതെ ഇരിക്കുകയാണെങ്കിൽ കമ്പൈലർ എങ്ങനെ സൈസ് ഡിറ്റർമിൻ ചെയ്യും? ബേസ്ഡ് ഓൺ ദ ഇനീഷ്യലൈസേഷൻ സ്ട്രിങ്. നമ്മൾ ഏത് സ്ട്രിങ് ഉപയോഗിച്ചാണോ അറേ ഇനീഷ്യലൈസ് ചെയ്യുന്നത് ആ സ്ട്രിങ്ങിനെ ബേസ് ചെയ്ത് കമ്പൈലർ അറേക്ക് സൈസ് കൊടുക്കും. നമ്മൾ ഒരു ക്യാരക്ടർ അറേ ഇനീഷ്യലൈസ് ചെയ്യുമ്പോൾ സൈസ് മെൻഷൻ ചെയ്യണമെന്ന് നിർബന്ധമില്ല.
size may or may not be specified while declaration. ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് സൈസ് സ്പെസിഫൈ ചെയ്യണമെന്ന് നിർബന്ധമില്ല. സൈസ് സ്പെസിഫൈ ചെയ്യാതെയാണ് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നതെങ്കിൽ ഇനീഷ്യലൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്ട്രിങ്ങിന്റെ സൈസ് അനുസരിച്ച് കമ്പൈലർ അറേയുടെ സൈസ് ഫിക്സ് ചെയ്യും. ഇവിടെ നോക്കിക്കേ 1 2 3 4 ഇവിടെ നമ്മൾ സൈസ് പറയുന്നില്ല, പക്ഷെ 4 എലിമെന്റ്സ് ഉണ്ടെന്ന് പറയുന്നു. സോ ഈ നെയിം എന്നുള്ള അറേയുടെ സൈസ് 4 ആയിരിക്കും. The declaration causes memory locations to be reserved and initialization fills these memory locations with some value. അപ്പോൾ നമ്മൾ ഡിക്ലറേഷൻ ചെയ്യുവാണെങ്കിൽ എന്ത് ചെയ്യും? മെമ്മറി ലൊക്കേഷൻ റിസർവ് ചെയ്യും. ഡിക്ലറേഷൻ ചെയ്യുന്ന എന്തിനാണ്? ടു റിസർവ് മെമ്മറി ലൊക്കേഷൻസ്. കുറച്ച് മെമ്മറി ലൊക്കേഷൻസ് റിസർവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഡിക്ലെയർ ചെയ്യും. അത് കഴിഞ്ഞ് ഇനീഷ്യലൈസേഷൻ ആണ് ഫില്ലിംഗ് ഓഫ് മെമ്മറി ലൊക്കേഷൻ വിത്ത് വാല്യൂ. ഇനീഷ്യലൈസേഷൻ ചെയ്യുമ്പോൾ മെമ്മറി locations are filled with values. സോ നമ്മൾ ഒരു അറേ ഡിക്ലെയർ ചെയ്യുമ്പോൾ കുറച്ച് മെമ്മറി ലൊക്കേഷൻസിനെ റിസർവ് ചെയ്യും. ഇനി അതിനെ ഇനീഷ്യലൈസ് ചെയ്യുമ്പോഴാണ് ഈ മെമ്മറി ലൊക്കേഷൻസിൽ കുറച്ച് വാല്യൂസ് ഫില്ല് ആവുന്നത്. സോ ഇതാണ് സ്ട്രിങ്ങിനെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ. സ്ട്രിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് 1 dimensional array of character. 4 ഡേറ്റാ ടൈപ്പിലെ 1 dimensional array ആണ് string. In general, you can say combination of characters or white spaces enclosed in double quotes. When you define an array of characters, it can be used to store characters in a string. So, നമുക്ക് ഡിക്ലെയർ ചെയ്യാൻ 3 വിധമുണ്ട്. ഒന്ന് സാധാരണ അറേ ഡിക്ലെയർ ചെയ്യാം. ജസ്റ്റ് ഡേറ്റാ ടൈപ്പ്, അതായത് ക്യാരക്ടർ എന്നുള്ള ഡേറ്റാ ടൈപ്പ് മെൻഷൻ ചെയ്യുന്നു, അറേയുടെ പേര് കൊടുക്കുന്നു, സൈസ് കൊടുക്കുന്നു. പിന്നെ നമുക്ക് സ്ട്രിങ് ആയിട്ട് ഇങ്ങനെ ഡയറക്റ്റ്ലി സ്ട്രിങ് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ സെക്കൻഡ് ടൈപ്പ് ഓഫ് ഡിക്ലറേഷനിൽ ശ്രദ്ധിക്കേണ്ടത് ചാർ സ്ട്രിങ്ങിന്റെ പേര് സൈസ് കൊടുക്കുമ്പോൾ നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ഇൻ ദ സ്ട്രിങ് +1 കൊടുക്കണം. ഇനി മൂന്നാമത്തെ എങ്ങനെ നമുക്ക് ഡിക്ലെയർ ചെയ്യാം? തേർഡ് മെത്തേഡ് നമ്മൾ ന്യൂമറിക് അറേ ഇനീഷ്യലൈസ് ചെയ്യുന്ന പോലെ തന്നെ ഇതിനും ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ അതായത് ഓരോ എലമെന്റ് ആയിട്ട് സ്പെസിഫൈ ചെയ്ത് ന്യൂമറിക് അറേയിൽ ഡിക്ലെയർ ചെയ്യുന്ന പോലെ ഇനീഷ്യലൈസേഷനും ഡിക്ലറേഷനും ചെയ്യുന്നത് പോലെ സ്ട്രിങ്ങിനെ അതായത് ക്യാരക്ടർ അറേ ചെയ്യുകയാണെങ്കിൽ സൈസ് മെൻഷൻ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യാം. ദാറ്റ് ഇസ് അപ് ടു യു. ബട്ട് ലാസ്റ്റ് വരുന്ന നൾ ക്യാരക്ടറിനെയും കൂടെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് മെൻഷൻ ചെയ്യണം. സോ സ്ട്രിങ്ങിന്റെ സൈസ് അതായത് ക്യാരക്ടർ അറേയുടെ സൈസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ഇൻ ദ സ്ട്രിങ് പ്ലസ് നൾ ക്യാരക്ടർ ആയിരിക്കും. നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ഇൻ ദ സ്ട്രിങ് പ്ലസ് നൾ ക്യാരക്ടർ ആയിരിക്കും. Now let us see how to input a string. Inputting a string. നമുക്ക് സാധാരണ നമ്മൾ വേരിയബിളിലോട്ട് ഡേറ്റ ഇൻപുട്ട് ചെയ്യുന്ന പോലെ ഫസ്റ്റ് മെത്തേഡ് സീൻ ഉപയോഗിച്ച് ഇൻപുട്ട് ചെയ്യാം. We can use scene to input a string. It can be used only to input single word, not a phrase or an entire sentence. So scene ഉപയോഗിച്ച only for inputting a single word. ഒറ്റ വേർഡ് മാത്രമായിട്ട് ഇൻപുട്ട് ചെയ്യാനാണെങ്കിൽ നമുക്ക് സീൻ ഉപയോഗിക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ സ്പേസ് ഒന്നും ഇതിൽ വരാൻ പാടില്ല. അതാണ് പറയുന്നത് സീൻ ഉപയോഗിച്ച് സ്ട്രിങ് ഇൻപുട്ട് ചെയ്യാനാണെങ്കിൽ സിംഗിൾ വേർഡ് മാത്രമേ നമുക്ക് ഇൻപുട്ട് ചെയ്യാൻ പറ്റൂ. എന്തെങ്കിലും ഒരു ബ്ലാങ്ക് സ്പേസ് വന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ടെർമിനേറ്റഡ്. ബ്ലാങ്ക് സ്പേസോ ന്യൂ ലൈനോ ടാബോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ടെർമിനേറ്റഡ്.
it will be terminated on encountering blank space, new line or tab. ടാബോ ന്യൂ ലൈനോ ബ്ലാങ്ക് സ്പേസോ ഒക്കെ വരുവാണെങ്കിൽ അത് ടെർമിനേറ്റ് ചെയ്യും. Cin needs only the name of string and not even index. Requires only string name and not even index. നമ്മൾ Cin ഉപയോഗിച്ച് ചെയ്യുമ്പോൾ സ്ട്രിങ്ങിന്റെ പേരിന്റെ മാത്രമേ ആവശ്യമുള്ളൂ, ആ സൈസിന്റെ പോലും ആവശ്യം ഇല്ല. ദാറ്റ് ഈസ് char text of 30 എന്ന് സ്ട്രിങ്ങിനെ നമ്മൾ ഡിക്ലെയർ ചെയ്യണമെങ്കിൽ char text of 30 എന്ന് ക്യാരക്ടർ അറേ ആയിട്ട് സ്ട്രിങ്ങിനെ നമ്മൾ ഡിക്ലെയർ ചെയ്താൽ ഇൻപുട്ട് ചെയ്യാൻ നമുക്ക് Cin ടെക്സ്റ്റ് എന്ന് മാത്രം കൊടുത്താൽ മതി, അവിടെ ഇൻഡെക്സ് കൊടുക്കേണ്ട ആവശ്യം ഇല്ല. So this is the first method of inputting a string. Cin command ഉപയോഗിച്ച് string എങ്ങനെ ഇൻപുട്ട് ചെയ്യാം. ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ Cin യൂസ് ചെയ്യുമ്പോൾ സിംഗിൾ വേർഡ് മാത്രമേ നമുക്ക് ഇൻപുട്ട് ചെയ്യാൻ പറ്റൂ. അതായത് ബ്ലാങ്ക് സ്പേസോ ടാബോ ന്യൂ ലൈനോ എന്തെങ്കിലും വന്നാൽ അത് ടെർമിനേറ്റ് ചെയ്യും. സോ അത് വരെയുള്ളത് എടുക്കും. സിംഗിൾ വേർഡ് മാത്രം ഇൻപുട്ട് ചെയ്യാനാണെങ്കിൽ യു ക്യാൻ യൂസ് Cin. അവിടെ ഇൻപുട്ട് ചെയ്യുന്ന സമയത്ത് സ്ട്രിങ്ങിന്റെ പേരിന്റെ മാത്രമേ ആവശ്യമുള്ളൂ, ഇൻഡെക്സ് പോലും ആവശ്യം ഇല്ല. Now the second method is getLine. GetLine function. So the function getLine can be used to input an entire line of string. To input entire line of string, ഒരു full line of string നെ ഇൻപുട്ട് ചെയ്യാൻ വേണ്ടി getLine യൂസ് ചെയ്യാം. സോ getLine-നകത്ത് ഈ ബ്രാക്കറ്റിനകത്ത് എഴുതിയ ഫംഗ്ഷൻ ഇതെന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ, ഈ ഫംഗ്ഷന്റെ ബ്രാക്കറ്റിനകത്ത് എഴുതുന്നതാണ് ആർഗ്യുമെന്റ്. സോ ഇതിനകത്ത് ആർഗ്യുമെന്റ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ആർഗ്യുമെന്റ് Cനും സെക്കൻഡ് ആർഗ്യുമെന്റ് ആയിരിക്കും സ്ട്രിംഗ് വേരിയബിൾ. എക്സാമ്പിൾ പറയുവാണെങ്കിൽ getLine Cin, text. So ഇത് ഫസ്റ്റ് ആർഗ്യുമെന്റ്, ദിസ് ഇസ് ദ സെക്കൻഡ് ആർഗ്യുമെന്റ്. സോ getLine ഉപയോഗിച്ച് ഇങ്ങനെയാണ് നമ്മൾ ഇൻപുട്ട് ചെയ്യുന്നത്. String variable text can be input with a string containing blank spaces, tabs, etc. അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ getLine in bracket Cin, text എന്ന് കൊടുക്കുകയാണെങ്കിൽ ടെക്സ്റ്റ് എന്നുള്ള ഈ സ്ട്രിംഗ് വേരിയബിൾ ടെക്സ്റ്റിനകത്ത് നമുക്ക് ഒരു സ്ട്രിംഗ് ഇൻപുട്ട് ചെയ്യാൻ പറ്റും. ആ സ്ട്രിങ്ങിനകത്ത് സ്പേസസോ ടാഗ്സോ എന്ത് വേണമെങ്കിലും ആവാം. ഇനി ഈ getLine എപ്പോഴാണ് ടെർമിനേറ്റ് ആവുന്നത്? എൻ്റർ കൊടുക്കുമ്പോഴാണ് അത് ടെർമിനേറ്റ് ആവുന്നത്. terminated by എൻ്റർ. നമ്മളൊരു എൻ്റർ അടിക്കുമ്പോഴാണ് ടെർമിനേറ്റ് ആവുക. എൻ്റർ അടിക്കുമ്പോൾ അടുത്ത ലൈനിലോട്ട് പോകും. ഇത് ഒറ്റ ലൈൻ നമുക്ക് ഫുള്ളായിട്ട് ഇതിനകത്ത് ഇൻപുട്ട് ചെയ്യാൻ പറ്റും. ആ ലൈനിനകത്ത് സ്പേസ് വരാം, ടാബ് വരാം, എന്ത് വേണമെങ്കിലും വരാം. എൻ്റർ അടിക്കുക എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ലൈൻ ആയിപ്പോകും. സോ അപ്പോഴാണ് അത് ടെർമിനേറ്റ് ആവുന്നത്. ഇനി now getLine receives a new line, terminated string of /n and terminated string of characters, and then replaces /n with a null character. So /n വരുവാണെങ്കിൽ നമ്മൾ ഇൻപുട്ട് ചെയ്യുന്ന സ്ട്രിങ്ങിൽ /n വരുവാണെങ്കിൽ terminate string of characters. /n വരുവാണെങ്കിൽ ആ string of charactersനെ terminate ചെയ്യും. അതിന്റെ കൂടെ /ns
replaced by null character. So ഈ സ്ട്രിങ്ങിനകത്ത് ഒരു ന്യൂ ലൈൻ സ്ലാഷ് n വരുവാണെങ്കിൽ അവിടെ കൊണ്ട് ആ സ്ട്രിങ്ങിനെ ടെർമിനേറ്റ് ചെയ്തിട്ട് സ്ലാഷ് n സ്ഥാനത്ത് നൾ ക്യാരക്ടർ വരും. ഒരു സ്ട്രിങ് ടെർമിനേറ്റ് ചെയ്യുമ്പോൾ ലാസ്റ്റ് എലമെന്റ് എന്തായിരിക്കും? നൾ ക്യാരക്ടർ ആയിരിക്കും. സോ എവിടെ സ്ലാഷ് n വരുന്നോ അവിടെ ആ സ്ട്രിങ് ഓഫ് ക്യാരക്ടേഴ്സ് ടെർമിനേറ്റ് ആയിട്ട് സ്ലാഷ് n സ്ഥാനത്ത് നൾ ക്യാരക്ടർ വരും. സോ ഗെറ്റ് ലൈൻ എന്നുള്ള ഫംഗ്ഷൻ string.h എന്നുള്ള ഹെഡർ ഫയലിലാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. included in string.h. നിങ്ങൾ sqrt ഫംഗ്ഷൻ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാനുള്ള sqrt ഫംഗ്ഷൻ എവിടെയായിരുന്നു ഇൻക്ലൂഡ് ചെയ്തിരുന്നത്? math.h എന്നുള്ള ഫയലിനകത്തായിരുന്നു ഇൻക്ലൂഡ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ആദ്യം എഴുതും #include iostream.h #include conio.h then #include math.h. അതുപോലെ get line ഫംഗ്ഷൻ, ഈ get line ഫംഗ്ഷൻ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ പ്രോഗ്രാമിംഗിന്റെ സ്റ്റാർട്ടിങ്ങിൽ you have to write #include string.h. പ്രോഗ്രാമിംഗിന്റെ സ്റ്റാർട്ടിങ്ങിൽ എന്ത് എഴുതണം? നമ്മൾ ഈ string.h എന്നുള്ള ഫയൽ ഇൻക്ലൂഡ് ചെയ്യണം. ഫയൽ എങ്ങനെ ഇൻക്ലൂഡ് ചെയ്യും? #include string.h #include string.h എന്ന് ഇൻക്ലൂഡ് ചെയ്യും. Now the next method to input is using the function gets. Gets എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്താൽ നമുക്ക് ഇൻപുട്ട് ചെയ്യാം. It is meant for receiving strings from keyboard and is terminated when enter key is hit. To input string from keyboard. So ഇവിടെ എപ്പോൾ സ്ട്രിങ് ടെർമിനേറ്റ് ആവും? എൻ്റർ ഹിറ്റ് ചെയ്യുമ്പോഴാണ് സ്ട്രിങ് ടെർമിനേറ്റ് ആവുന്നത്. സോ ഗെറ്റ് ലൈൻ പോലെ ഗെറ്റ്സും ടെർമിനേറ്റഡ് വെൻ എൻ്റർ ഇസ് ഹിറ്റ്. എൻ്റർ ഹിറ്റ് ചെയ്യുമ്പോൾ ഈ സ്ട്രിങ്ങും ടെർമിനേറ്റ് ആവും. അതുപോലെ തന്നെ സ്ലാഷ് n വരുമ്പോഴും സ്ട്രിങ് ടെർമിനേറ്റ് ആയിട്ട് സ്ലാഷ് n is replaced by null character. സ്ലാഷ് n ആകുമ്പോൾ terminates string and replaced by null character. സ്ലാഷ് n വന്നാൽ സ്ട്രിങ് ടെർമിനേറ്റ് ആയിട്ട് അതിനെ null character കൊണ്ട് റീപ്ലേസ് ചെയ്യും. ഇനി ഇത് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് stdio.h എന്നുള്ള ഫയലിലാണ്. ഇറ്റ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ stdio.h. സോ നമ്മൾ gets എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ you have to write #include stdio.h. gets എന്നുള്ള ഫംഗ്ഷൻ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആദ്യം മെയിൻ ഫംഗ്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് പ്രോഗ്രാം സ്റ്റാർട്ടിങ്ങിൽ ഈ ഫയലും കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. സോ char name of 15 സ്ട്രിങ് സ്റ്റോർ ചെയ്യേണ്ട ക്യാരക്ടർ അറേ char name of 15 then gets name. നമ്മൾ ഗെറ്റ് ലൈനിന്റെ സമയത്ത് ഗെറ്റ് ലൈൻ cn, text എന്ന് കൊടുത്തു. ഇവിടെ ഗെറ്റ്സിന്റെ അകത്ത് ആ സ്ട്രിങ്ങിന്റെ പേര് മാത്രം കൊടുത്താൽ മതി. So this is how you input string. സ്ട്രിങ് ഇൻപുട്ട് ചെയ്യാൻ 3 വഴിയുണ്ട്. ഫസ്റ്റ് നമ്മൾ cn, അത് വേർഡിന് വേണ്ടി മാത്രം. പിന്നെ ഗെറ്റ് ലൈനോ ഗെറ്റ്സോ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു എൻ്റയർ ലൈൻ ഓഫ് സ്ട്രിങ് ഇൻപുട്ട് ചെയ്യാം. അതായത് ടാബ് സ്പേസ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എൻ്റയർ ലൈൻ ഓഫ് സ്ട്രിങ് നമുക്ക് ഇൻപുട്ട് ചെയ്യാം. രണ്ട് കേസിലും ഗെറ്റ് ലൈനിലും ഗെറ്റ്സിലും എൻ്റർ പ്രസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ സ്ലാഷ് n വരുമ്പോഴോ ആണ് സ്ട്രിങ് ടെർമിനേറ്റ് ആവുന്നത്. സ്ലാഷ് n എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ സ്ട്രിങ് ടെർമിനേറ്റ് ആവും. അതല്ല സ്ലാഷ് n ആണ് കൊടുക്കുന്നതെങ്കിൽ അവിടെ വെച്ച് സ്ട്രിങ് ടെർമിനേറ്റ് ആയിട്ട് സ്ലാഷ് n സ്ഥാനത്ത് എന്ത് വരും? null character വരും. ഇനി if you are using getLine function you have to include string.h file, whereas if you are using gets function you have to include gets function യൂസ് ചെയ്യുകയാണെങ്കിൽ you have to include stdio.h file. ഇനി സ്ട്രിങ് എങ്ങനെ ഔട്ട്പുട്ട് ചെയ്യുമെന്ന് നോക്കാം.
സി ഉപയോഗിച്ചതുപോലെ നമുക്ക് ഔട്ട്പുട്ട് ചെയ്യാൻ സി ഔട്ടും യൂസ് ചെയ്യാം. സി ഔട്ട് ടെക്സ്റ്റ്, സി ഔട്ട് നെയിം. സോ സി ഔട്ട് ഉപയോഗിച്ച് നമുക്ക് സ്ട്രിങ് പ്രിന്റ് ചെയ്യാം. അവിടെ എങ്ങനെയാണ് സി യൂസ് ചെയ്തതുപോലെ സി ഔട്ടിനാകുമ്പോൾ ലൈനിനല്ല വേർഡിനാണ്. പിന്നെ പുട്സ് എന്നുള്ള ഫംഗ്ഷൻ ഉപയോഗിക്കുവാണെങ്കിൽ അത് ലൈൻ ഇൻപുട്ടിനുള്ളതാണ്. അതായത് ഒരു ലൈൻ ഓഫ് സ്ട്രിങ് ഇൻപുട്ട് ചെയ്യുമ്പോൾ അതിന്റെ ഔട്ട്പുട്ടിന് വേണ്ടിയാണ്. ഗെറ്റ്സ് വെച്ച് ഇൻപുട്ട് ചെയ്താൽ പുട്സ് കൊണ്ട് നമുക്ക് ഔട്ട്പുട്ട് ചെയ്യാം. സോ ഇതിന് stdio.h എന്നുള്ള ഫയലിനകത്താണ് പുട്സ് എന്നുള്ള ഫംഗ്ഷൻ വെച്ചിരിക്കുന്നത്. സോ ഇറ്റ് ഈസ് പുട്സ് ഫംഗ്ഷൻ ഇസ് ഇൻക്ലൂഡഡ് ഇൻ ദി ഹെഡർ ഫയൽ stdio.h. സോ പുട്സ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ പുട്സ് ഇൻ ബ്രാക്കറ്റിൽ ടെക്സ്റ്റ്. അപ്പൊ നമുക്ക് ഔട്ട്പുട്ട് ചെയ്യാം. ലൈൻ ഇൻപുട്ടിന്റെ കേസിലാണ് പുട്സ് ഉപയോഗിച്ച് ഔട്ട്പുട്ട് ചെയ്യുന്നത്. വേർഡ് ആണ് ഇൻപുട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് സി ഔട്ട് ഉപയോഗിച്ച് പ്രിന്റ് ചെയ്യാം. ഔട്ട്പുട്ടിന് സി എപ്പോഴും ഉപയോഗിക്കുന്നു, അപ്പൊ നമുക്ക് കറസ്പോണ്ടിംഗ്ലി സി ഔട്ട് ഉപയോഗിച്ച് പ്രിന്റ് ചെയ്യാം. ഗെറ്റ്സോ ഗെറ്റ് ലൈൻ ഗെറ്റ്സ് ഒക്കെ ഉപയോഗിക്കുന്ന സമയത്താണ് പുട്സ് ഉപയോഗിച്ച് നമ്മൾ ഔട്ട്പുട്ട് കൊടുക്കുന്നത്. So this is how you output. String output ചെയ്യാൻ രണ്ട് മെത്തേഡ് ഉണ്ട്. ഒന്നെങ്കിൽ സി ഔട്ട് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ പുട്സ് ഫംഗ്ഷൻ യൂസ് ചെയ്യുക. സി ഔട്ട് എന്ന് പറയുന്നത് വേർഡ് ഇൻപുട്ട് ചെയ്യുന്ന സമയത്താണ് സി ഔട്ട് ഉപയോഗിച്ച് ഔട്ട്പുട്ട് ചെയ്യുന്നത്. അതായത് സിയും കൊണ്ട് ഇൻപുട്ട് ചെയ്യുമ്പോൾ സി ഔട്ട് കൊണ്ട് ഔട്ട്പുട്ട് ചെയ്യും. അതല്ല ഗെറ്റ് ലൈനോ ഗെറ്റ്സോ ആണ് യൂസ് ചെയ്തിരുന്നെങ്കിൽ പുട്സ് ഉപയോഗിച്ച് ഔട്ട്പുട്ട് ചെയ്യാം. അതായത് ലൈൻ ഇൻപുട്ടിന്റെ കേസിൽ ഒരു ലൈൻ ഓഫ് സ്ട്രിങ് ആണ് നമ്മൾ ഇൻപുട്ട് ചെയ്യണമെങ്കിൽ അത് ഔട്ട്പുട്ട് ചെയ്യാൻ യു ഹാവ് ടു യൂസ് puts function, and puts function is included in the file stdio.h. puts function use ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം എഴുതണം #include stdio.h. #include stdio.h.